സെൻറ്റ് മേരീസ് ഐ ടി കാച്ചേരി ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മെക്കാനിക് മോട്ടോർ വെഹിക്കിൾ ട്രേഡ് തിയറി ഓൺലൈൻ ക്ലാസ് 9 MPFI ബാക്കി ബാലൻസ് ആണ് നമ്മളിപ്പോൾ നോക്കുന്നത്. എഫിഷ്യൻ്റ് കമ്പസ്റ്റൻ. നല്ല രീതിയിൽ കമ്പഷൻ നടക്കണമെങ്കിൽ മുൻപ് ഉണ്ടായ പല ഓപ്പറേറ്റിംഗ് കണ്ടീഷനിലുള്ള ഫീഡ്ബാക്കുകൾ നമ്മുടെ ECMൽ സൂക്ഷിച്ചു വെച്ച് പിന്നീട് അത് റീയൂസ് ചെയ്യുന്നതാണ്. Efficient combustion. Adaptive learning is a form of feedback that lets fuel selecting for different operating conditions and source them for further use. Fuel pumps. Fuel pumps operated electrically to provide fuel under pressure in the fuel rail and the injectors. Fuel pump ഇലക്ട്രിക്കലാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്, കറണ്ട് ഉപയോഗിച്ച് വർക്ക് ചെയ്യുന്നു. ഈ സെയിമാണ് അതിൻ്റെ നിർദ്ദേശങ്ങൾ കൊടുക്കുന്നത്. അത് ഫ്യൂവൽ ലൈനിലും ഇഞ്ചക്ടറിലും ആവശ്യത്തിന് പ്രഷർ ഉണ്ടാക്കുന്നതിന് അത് കാരണമാകുന്നു. ഫ്യൂവൽ ഫിൽറ്റർ. EFI fuel filters remove contaminants from the fuel so that clean fuel can be supplied to the injectors. ഇലക്ട്രോണിക് ഫ്യൂവൽ ഇഞ്ചക്ഷനിൽ ഫ്യൂവൽ ഫിൽറ്റർ ഫ്യൂവലിലുണ്ടാകുന്ന അതൊക്കെ നീക്കം ചെയ്ത് ഇഞ്ചക്ടറിലേക്ക് മറ്റും നല്ല ക്ലീനായ ഫ്യൂവല് പ്രദാനം ചെയ്യുന്നു. ടാങ്ക്സ് ആൻഡ് ലൈൻസ്. മോസ്റ്റ് ഫ്യൂവൽ ടാങ്ക്സ് ആർ ഇൻ ടു 2 parts joined by a weld around the flanges where the parts of together. സാധാരണ ഇതിൽ എല്ലാ ടാങ്കുകളും 2 ഭാഗങ്ങളായിരിക്കും, ചുറ്റും വെൽഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. ബാഫിൽസ് മേക്ക് ദ ടാങ്ക് മോർ റിജിഡ്, പ്രിവെൻറ്റ് സർജിങ് ഓഫ് ഫ്യൂവൽ ആൻഡ് എൻഷുർ ഫ്യൂവൽ ഈസ് അവൈലബിൾ ഇൻ ദ പിക്കപ്പ് ട്യൂബ്. അതിൽ ബാഫിൽ പല തട്ടുകളായിട്ട് അല്ലെങ്കിൽ പല അടുക്കുകളായിട്ട് അതിൽ വിഭജിച്ചിട്ടുണ്ടായിരിക്കും. ഫ്യൂവൽ കിടന്ന് അടിച്ച് പതയില്ലാതിരിക്കാനും നല്ല ക്ലീൻ ആയിട്ടുള്ള ഫ്യൂവൽ കിട്ടാനും അത് സഹായകമാകും. ഫ്യൂവൽ ലൈൻസ്. ദ ഫ്യൂവൽ ടാങ്ക് ഈസ് കണക്റ്റഡ് ടു ദ എൻജിൻ ബൈ ഫ്യൂവൽ ലൈൻസ്. എപ്പോഴും ടാങ്ക് എൻജിനുമായിട്ട് അല്ലെങ്കിൽ ഫ്യൂവൽ പമ്പും എൻജിനും ഒക്കെയായി ഫ്യൂവൽ ലൈൻ വഴി ഒരു പൈപ്പ് ലൈൻ വഴി ബന്ധിപ്പിച്ചിരിക്കുന്നു. റിട്ടേൺ ലൈൻ മേ ക്യാരി എക്സസ് ഫ്യൂവൽ ബാക്ക് ടു ദ ടാങ്ക് ടു കീപ് ഫ്യൂവൽ സിസ്റ്റം കമ്പോണൻറ്റ്സ് കൂൾ. അതുപോലെ തന്നെ ഒരു റിട്ടേൺ പൈപ്പ് നമ്മൾ എക്സസ് ഫ്യൂവല് ടാങ്കിലേക്ക് കൊടുക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഈ ഫ്യൂവൽ എപ്പോഴും കറങ്ങുന്നതുകൊണ്ട് തന്നെ ആ സിസ്റ്റം കമ്പോണൻറ്റ്സ്, ഈ ഫ്യൂവൽ സിസ്റ്റത്തിൽ ഉണ്ടാകുന്ന ഭാഗങ്ങൾ ഒരു കൂളായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് അത് സാധിക്കും. നമ്മൾ ഫ്യൂവൽ പമ്പിൻ്റെ പടവും ഒരു ഫ്യൂവൽ ഫിൽറ്ററിൻ്റെ പടവുമാണ് കാണുന്നത്. ഇത് ഓരോ മോഡലുകളാണ് നമ്മളിവിടെ കാണിച്ചിട്ടുള്ളത്. ഇതിലും വ്യത്യസ്തമായിട്ടുള്ള ഫിൽറ്ററുകളോ ഫ്യൂവൽ പമ്പുകളോ നമുക്ക് കാണാം. അത് ഓരോ വണ്ടികളും ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടായിരിക്കും. അടുത്ത് ഫ്യൂവൽ റെയിൽ. ദ ഫ്യൂവൽ റെയിൽ സപ്ലൈസ് ഫ്യൂവൽ ടു ദ ഇഞ്ചക്ടേഴ്സ് അണ്ടർ കോൺസ്റ്റൻറ്റ് പ്രഷർ. ഈ ഫ്യൂവൽ റെയിൽ ഇഞ്ചക്ടറിലേക്ക് ആവശ്യത്തിന് പ്രഷറോട് കൂടിയിട്ടുള്ള ഫ്യൂവലാണ് നൽകുന്നത്, അല്ലെങ്കിൽ പ്രഷർ എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യുന്നു. ഫ്യൂവൽ പ്രഷർ റെഗുലേറ്റർ. ദ ഫ്യൂവൽ പ്രഷർ റെഗുലേറ്റർ കൺട്രോൾസ് ദ റിട്ടേൺ ഓഫ് ഫ്യൂവൽ ടു ദ ഫ്യൂവലിൻ്റെ പ്രഷറേക്കാൾ കൂടുതൽ പ്രഷർ എപ്പോഴും ഫ്യൂവൽ റെയിലിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഫ്യൂവൽ പ്രഷർ റെഗുലേറ്ററാണ്. അതുപോലെ തന്നെ കൂടുതലുണ്ടാകുന്ന ഫ്യൂവൽ തിരിച്ച് ടാങ്കിലേക്ക് എത്തിക്കുന്നതും ഈ ഫ്യൂവൽ പ്രഷർ റെഗുലേറ്ററാണ്. അതുപോലെ തന്നെ എപ്പോഴും ഒരു ഫ്യൂവൽ റെയിലിൽ എപ്പോഴും ഒരു പ്രഷർ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നു. ഇഞ്ചക്ടേഴ്സ് ആർ സോളിനോയിഡ് ഓപ്പറേറ്റഡ് വാൽവ്സ് വിച്ച് deliver fuel in the form of an atomized spray into the intake manifold or the intake port. ഇഞ്ചക്ടർ എന്ന് പറഞ്ഞൊരു സോളിനോയിഡാണ്. അതൊരു വാൽവ് പോലെ പ്രവർത്തിക്കും. കറണ്ട് ഉപയോഗിച്ചിട്ടാണ് അത് വർക്ക് ചെയ്യുന്നത്. ECM ആണ് കൺട്രോൾ ചെയ്യുന്നത്. ഇൻടേക്ക് മാനിഫോൾഡിലേക്കോ ഇൻടേക്ക് പോർട്ടിലേക്കോ ഫ്യൂവലിനെ ആറ്റമൈസ്ഡ് സ്പ്രേ ആക്കിയിട്ട് കൊടുക്കുക എന്നാണ് ഇഞ്ചക്ടർ ചെയ്യുന്നത്. ടാക്കോമെട്രിക് റിലേ. ദ ടാക്കോമീറ്റർ ഇൻഡിക്കേറ്റ്സ് എഞ്ചിൻ RPM. ഈ ടാക്കോമീറ്റർ റിലേ ചെയ്യുന്നത് എഞ്ചിൻ്റെ RPM നമുക്ക് ഡാഷ്ബോർഡിൽ കാണിച്ചു തരും. ഒരു മീറ്റർ അതിൽ പ്രവർത്തിച്ചിട്ടുണ്ടാവും. ആ മീറ്റർ നമുക്ക് എഞ്ചിൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് വർക്ക് ചെയ്യും. ആ എഞ്ചിൻ ഇപ്പോൾ എത്ര സ്പീഡിലാണ് കറങ്ങുന്നത് എന്നാണ് അത് കാണിച്ചു തരുന്നത്. നമുക്ക് ഒരു ഫ്യൂവൽ റെയിലിൻ്റെ പടമാണ് കൊടുത്തിട്ടുള്ളത്. ഈ ഫ്യൂവൽ റെയിൽ ഇരിക്കുന്നത് ഇൻടേക്ക് മാനിഫോൾഡിൻ്റെ മുമ്പാണ്.
അത് ഇഞ്ചക്ടറുകൾ ഈ ഫ്യൂവൽ റെയിലാണ് ഇരിക്കുന്നത്. ഫ്യൂവൽ റെയിലിൽ നിന്ന് ഫ്യൂവൽ ഇഞ്ചക്ട് ചെയ്യാനായിട്ട് ഇഞ്ചക്ടർ മുഖാന്തരം ഇൻലെറ്റ് മാനിഫോൾഡിലേക്ക് ഘടിപ്പിച്ചിരിക്കുന്നു. ഫ്യൂവൽ പ്രഷർ റെഗുലേറ്ററിൻ്റെ ഒരു പടമാണ്, പലതരത്തിലുണ്ടാവാം, ഒരു മോഡൽ കാണിച്ചിരിക്കുന്നു എന്ന് മാത്രം. അതുപോലെ ഫ്യൂവൽ ഇഞ്ചക്ടർ, ഇതിൽ നമുക്ക് ഫ്യൂവൽ ഇഞ്ചക്ടറിൻ്റെ ഭാഗങ്ങൾ കാണാം. ഇലക്ട്രോണിക് കണക്ടർ, ഒരു സ്പ്രിങ്, ഇലക്ട്രിക് ഓയിൽ, പിസ്റ്റൺ, പ്ലഞ്ചർ, ഇഞ്ചക്ടറിൻ്റെ ഒരു ഫേസ്. The time switch senses engine coolant temperature to control the operation of the cold start injector during cranking conditions. കൂളൻ്റെ ടെമ്പറേച്ചർ സെൻസറാണ്. മുമ്പ് ഒരു പടം കൊടുത്തിട്ടുണ്ടായിരുന്നു, അത് ഞാൻ പിന്നെ കാണിച്ചിട്ടില്ല. കൂളൻ്റെ ടെമ്പറേച്ചർ എപ്പോഴും ചെക്ക് ചെയ്ത് ECMലേക്ക് സിഗ്നൽ കൊടുക്കുക, എൻജിൻ ഓവർ ഹീറ്റ് ആവുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അത് ECMന് സഹായകമാകും. അടുത്ത് ഇലക്ട്രോണിക് ഫ്യൂൽ ഇഞ്ചക്ടറിൻ്റെ ബാക്കി ചില സെൻസറുകളുടെ പേരുകളാണ് കൊടുത്തിട്ടുള്ളത്. EFI സെൻസേഴ്സ് ഇൻക്ലൂഡ്. EFIയിൽ പല സെൻസറുകളുണ്ട്, അതിൽ 1-2 കാര്യങ്ങൾ കൂടി ഇതിൽ കാണിക്കുന്നു. വൈഡ് ബാൻഡ് ഓക്സിജൻ സെൻസർ, പിൻ ഓക്സിജൻ സെൻസർ. ഓക്സിജൻ സെൻസറുകൾ ഒരെണ്ണമായിട്ടോ 2 കൊടുക്കാം. അതുപോലെ നോക്ക് സെൻസർ, ബ്ലോക്കിലാണ് ഇത് പിടിപ്പിച്ചിട്ടുണ്ടാവുക, എൻജിൻ നോക്കുകൾ കൂടുതലുണ്ടോ എന്ന് ECMനെ അറിയിക്കാൻ. അതുപോലെ ഓയിൽ ഡിറ്റോറേഷൻ സെൻസർ, ഓയിലിൽ കൂടുതൽ എന്തെങ്കിലും ഡിറ്റോറേഷനോ വെള്ളത്തിനംശമോ വേറെ എന്തെങ്കിലും അതിൻ്റെ വിസ്കോസിറ്റിക്ക് മാറ്റം എന്തുണ്ടെന്ന് നോക്കാനായിട്ട്. അപ്പോൾ എക്സോസ്റ്റ് ഗ്യാസ് റിസർക്കുലേഷൻ സെൻസേഴ്സ് ആൻഡ് സ്വിച്ചസ്. എക്സോസ്റ്റ് ഗ്യാസ് റിസർക്കുലേറ്റ് ചെയ്യുക, ഒരല്പം വേണമെങ്കിൽ എൻജിനിലേക്ക് കൊടുക്കുന്ന സംവിധാനമാണ് എക്സോസ്റ്റ് ഗ്യാസ് റിസർക്കുലേഷൻ സെൻസേഴ്സ്. പിന്നെ മറ്റ് ചില സ്വിച്ചുകൾ കൂടിയൊക്കെ അതിന് ഒപ്പം കൊടുത്തിട്ടുണ്ട്. അടുത്തായിട്ട് പൊട്ടൻഷ്യോമീറ്റർ. ഈ പൊട്ടൻഷ്യോമീറ്റർ ഇസ് മെക്കാനിക്കൽ വേരിയബിൾ റെസിസ്റ്റർ. ഒരു വേരിയബിൾ റെസിസ്റ്ററായിട്ടാണ് അത് വർക്ക് ചെയ്യുന്നത്. ഉദാഹരണത്തിന് നമ്മൾ ഇലക്ട്രോണിക് ഫാൻ്റെ റെഗുലേറ്റർ പോലെ ഏകദേശം വിചാരിക്കാം, ഒരു ഓർമ്മിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് പറഞ്ഞെന്ന് മാത്രം. അടുത്ത ഈ ഓക്സിലറി എയർ വാൽവ്. ഓക്സിലറി എയർ വാൽവ് അലൗസ് അഡീഷണൽ എയർ ടു ബൈപ്പാസ് ടു ത്രോട്ടിൽ ബ്ലേഡ് ഡ്യൂറിങ് കോൾഡ് സ്റ്റാർട്ടിങ് ആൻഡ് വാം അപ്പ് കണ്ടീഷൻസ്. ചില കണ്ടീഷനുകളിൽ ത്രോട്ടിൽ തുറന്നിരിക്കാത്ത അവസരത്തിലും കോൾഡ് സ്റ്റാർട്ടിങ്ങിലും വാം അപ്പ് കണ്ടീഷനിലൊക്കെ ഒരു അഡീഷണൽ രണ്ടാമതൊരു ഓക്സിലറി എയർ വാൽവ് ചില വണ്ടികളിൽ ഉണ്ടായിരിക്കും. അടുത്ത ഐഡൽ സ്പീഡ് കൺട്രോൾ ആക്സിസ്. ഐഡൽ സ്പീഡ് കൺട്രോൾ ഡിവൈസസ് അലൗ ദ പ്രീസെറ്റ് ഐഡലിംഗ് സ്പീഡ് ടു മെയിൻറ്റെയിൻ ഓട്ടോമാറ്റിക്കലി വെൻ അഡീഷണൽ ലോഡ്സ് ആർ പ്ലേസ്ഡ് ടു ദ എൻജിൻ. പ്രോഗ്രാം ചെയ്തിട്ടുള്ള പോലെയുള്ള RPM അത് ഐഡലിങ്ങിലും കൊടുക്കും. അത് കഴിഞ്ഞാൽ എക്സ്ട്രാ ലോഡ്, ഇപ്പോൾ AC ഇടാണെങ്കിൽ AC ഇട്ട് കഴിഞ്ഞാൽ എൻജിൻ ഒരു പമ്മിൽ ഉണ്ടാകുന്ന ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അതിൽ സ്പീഡ് കൂടുതൽ കൊടുക്കുക. അങ്ങനെ എപ്പോഴും ഐഡലിങ്ങിൽ ഒരു മെയിൻറ്റെയിൻ ചെയ്യുക, സ്പീഡ് മെയിൻറ്റെയിൻ ചെയ്യുക. ഇപ്പോൾ ഏത് എക്സറീസ് വർക്ക് ചെയ്താലും അതിൽ സ്പീഡ് കുറയാതെ ഒരു പ്രത്യേക അളവിൽ അത് മെയിൻറ്റെയിൻ ചെയ്യും. അതിനാണ് ഐഡൽ കൺട്രോൾ വാൽവ് ഡിവൈസുകൾ നമ്മൾ ഉപയോഗിക്കുന്നത്. പിന്നെ അടുത്തത് ഇനേർഷ്യ സെൻസർ. ഇന്റീരിയർ സെൻസേഴ്സ്. Interior sensors shut off the fuel pump in the event of an accident to minimize the danger of fuel spillage from the leak in the system. ഒരു അപകടം ഉണ്ടാകുമ്പോൾ ഈ ഫ്യൂവൽ പമ്പിനെ ഓഫാക്കുക, അതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ധർമ്മം. അതുമൂലം നമുക്കൊരു അപകടം, വലിയൊരു അപകടം അല്ലെങ്കിൽ കത്തിപ്പടരുന്നൊരു അപകടം ഒഴിവാക്കാനായിട്ട് നമുക്കത് സഹായകമാകും, അല്ലെങ്കിൽ വണ്ടിക്കത് സഹായകമാകും. ഓക്സിലറി എയർ വാൽവ്. ബോഷിൻ്റെ ഒരു ഓക്സിലറി എയർ വാൽവിൻ്റെ പടമാണ് നമുക്ക് കാണിച്ചിട്ടുള്ളത്. എല്ലാ വണ്ടികൾക്കും ഉണ്ടായിക്കൊള്ളണമെന്നില്ല, എന്നാൽ ചില വണ്ടികൾക്ക് ഉണ്ട് താനും. ചില കണ്ടീഷനിൽ ഒരു അഡീഷണൽ ഒരു എയർ വാൽവും കൂടി അവിടെ കൊടുത്തിരിക്കുന്നു. ഈ പൊട്ടൻഷ്യോമീറ്റർ എന്ന് പറഞ്ഞൊരു മീറ്ററാണ്. അതിൽ ഒരു വേരിയബിൾ റെസിസ്റ്റൻസ് ആണ്. അത് ജസ്റ്റ് ഒരു പടം, പല സ്വിച്ചുകളും ഉണ്ട്, അതിലൊരു മീറ്ററിൻ്റെ പടം കാണിച്ചിരിക്കുന്നു മാത്രം. അതുപോലെ ഫ്യൂവൽ പമ്പ് ഇനേർഷ്യ സ്വിച്ചാണ് നമ്മൾ പടത്തിൽ കാണിച്ചിരിക്കുന്നത്. അത് ആ പടം നമ്മൾ കാണുമ്പോൾ മെമ്മറിയിൽ ഇരിക്കാൻ വേണ്ടിയിട്ട് പമ്പിനെ ഓഫ് ചെയ്യുക, ഫ്യൂവൽ പമ്പിനെ കട്ട് ചെയ്യാണ് ഇതിന് മെയിൻ ധർമ്മം. അതൊന്ന് കാണിച്ചിരിക്കുന്നു മാത്രം. ഇന്നത്തെ നമ്മൾ ഈ ഒരു ക്ലാസ് MPFA അവസാനിപ്പിക്കുകയാണ്. എല്ലാവർക്കും കുറേശ്ശെങ്കിലും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നന്ദി, നമസ്കാരം.